ഹലോ മുത്തുമണികളെ ഞാൻ ഒരുപാട് തവണ എടുത്തതിന് ശേഷം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ വീഡിയോസാണ് ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത്. അതായത് എൻ്റെ ഭർത്താവ് പാർട്ട് 4. ഈ ഒരു വീഡിയോ ഞാൻ കുറേ തവണ എടുത്തു കേട്ടാ. കുറേ തവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 തവണയെങ്കിലും ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത്. പക്ഷേ ഇതെനിക്ക് ഇമോഷണൽ ആവാതെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരാഗ്രഹം കൊണ്ട് നീണ്ടുപോയ ഒരു വീഡിയോയാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ചിന്തിക്കും, ചില ആൾക്കാരെങ്കിലും ചിന്തിക്കും, എല്ലാ മനുഷ്യനും സങ്കടങ്ങളിലും ദുഃഖങ്ങളിലും ഒക്കെ തന്നെയാണ് ജീവിച്ചു വരുന്നത്. യെസ്, ഓഫ് കോഴ്സ്, എല്ലാ മനുഷ്യൻ്റെയും ഉള്ളിൽ സങ്കടങ്ങളുണ്ടാവും, ദുഃഖങ്ങളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും, ബുദ്ധിമുട്ടുകളുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ ഞാനിതെന്തുകൊണ്ട് പബ്ലിക്കിൽ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ചാനൽ വഴി എനിക്ക് എൻ്റെ കഥ എല്ലായിടേ പറയാൻ പറ്റൂ. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇതിപ്പോൾ പബ്ലിക്കിൽ പറയുന്നത് കൊണ്ട് വലിയ വിഷയം ഉള്ള കാര്യമൊന്നുമല്ല. ആരും എനിക്ക് കൊണ്ടുവന്നൊന്നും തരാനും പോകുന്നില്ല. ഞാൻ അനുഭവിച്ച കഷ്ടപ്പാട് ആർക്കും മായ്ക്കാനും സാധിക്കില്ല. അപ്പോൾ പിന്നെയും എന്തുകൊണ്ട് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഈ കഷ്ടപ്പാടിൻ്റെ സമയത്തെ പരിഹസിക്കുന്ന കുറേ ബുദ്ധിമാന്മാരും ബുദ്ധിമതികളൊക്കെ ഉണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഏതൊരവസ്ഥയെയാണ് ഇവർ അപമാനിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഇതിലും നമ്മൾ പറയാൻ ശ്രമിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കും. ഇതിപ്പോൾ സംഭവം നടന്നിട്ട് 3 വർഷമായി. ഈ 3 വർഷത്തിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ അതിൽ ചില പാളിച്ചകളും പാകപ്പിഴകളും ഒക്കെ ഉണ്ടാവും. ചിലത് നമ്മൾ മറന്നു പോകും. ചില സമയവും കാലമൊക്കെ അതിൽ വ്യത്യാസം വരും. കാരണം ഇത് നമ്മൾ ഭയങ്കര ക്രിട്ടിക്കലായിട്ട് നമ്മൾ അനുഭവിച്ച ഒരു കാര്യമാണല്ലോ. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ചില കാര്യങ്ങളിൽ മിസ്റ്റേക്കൊക്കെ വരും, സ്വാഭാവികം. 3 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യം. അപ്പം ഇത്രയും നാളുകൾ, അല്ലെങ്കിൽ ഈ 3 വർഷം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സംസാരങ്ങളിലെല്ലാം തന്നെ ഞാൻ പെട്ട കഷ്ടത്തിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ അനുഭവിച്ച വേദന, ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ട്, ഞാൻ അനുഭവിച്ച അരക്ഷിതാവസ്ഥ, ഞാൻ അനുഭവിച്ച അനാഥത്വം, ഇതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു വിഷയം, അതായത് എൻ്റെ ഭർത്താവ് ഈ ഒരു സംഭവത്തിനെ എങ്ങനെയാണ് ഡീൽ ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥ എന്നുള്ളത്, അത് ഞാനിങ്ങനെ പറയും തോറും എൻ്റെ മനസ്സിങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും, എൻ്റെ ഉള്ളിൽ തേങ്ങിക്കൊണ്ടേയിരിക്കും. കാരണം ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന, എന്നെ ഏറെ സ്വാധീനിച്ച ഒരു മനുഷ്യനാണ് എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം ഞങ്ങളെ തറയിലും തലയിലും വെക്കാതെ നോക്കുന്ന ഒരു സമയത്താണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടാവുന്നത് തന്നെ. ഈ വീഴ്ച സംഭവിക്കുന്ന, അതായത് ഈ സ്ട്രോക്ക് ഇദ്ദേഹത്തിന് പറ്റുന്ന അന്ന് രാവിലെ ഞങ്ങൾ കുമരിച്ചന്തയിൽ പോയി വലിയ മീനൊക്കെ വാങ്ങിച്ച്, ചൂര, വലിയ 450 രൂപയ്ക്ക് വലിയ ചൂരയൊക്കെ വാങ്ങിച്ച്, ചീര തോരൻ വയ്ക്കാനും കിഴങ്ങും അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ഈ വറവ്, അതുപോലെ കിഴങ്ങ്, അതുപോലെ മോരുകറി, രസം, പിന്നെ അങ്ങനത്തെ എന്തെങ്കിലും അതൊക്കെ വെച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതും ചോറെന്ന് പറയുന്ന ഭക്ഷണം അദ്ദേഹം ഇത്രയാണ് കഴിക്കുന്നത്. എനിക്കൊന്ന് നാച്ചിപ്പ് പോലും അതിനേക്കാൾ കൂടുതൽ കഴിക്കും. ചോറ് അദ്ദേഹത്തിന് ഇഷ്ടമില്ല, എന്നാലും തിന്നുന്ന കുറച്ച് ചോറ് ഇങ്ങനെ ഭയങ്കര വിഭവസമൃദ്ധമായി ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ ഞാൻ പിന്നെ ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തി, സാമ്പാർ ചമ്മന്തി അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഭക്ഷണമാണ്. അപ്പോൾ ഞാൻ രാവിലെ ഇഡ്ഡലി സാമ്പാറും ചമ്മന്തിയും ഉണ്ടാക്കി. എന്നിട്ട് ഞങ്ങൾ കുമരിച്ചന്തയിൽ പോയി മീനും ചീരയും കിഴങ്ങും ഒക്കെ വാങ്ങിച്ചും കൊണ്ട് ഞങ്ങൾ വന്നിങ്ങനെ കയറുന്ന സമയത്ത്, അതായത് വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ള ഒരു സ്ത്രീയോട് സംസാരിച്ച് ചിരിച്ചുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ വീട്ടിൻ്റെ സ്റ്റെപ്പ് കയറുന്ന സമയത്ത്, അന്ന് ഞങ്ങൾ പുറത്തുനിന്ന് പൊറോട്ട കഴിച്ചിട്ടുണ്ടായിരുന്നു. കഴിച്ച് ഞങ്ങളിങ്ങനെ കയറുന്ന സമയത്ത് വീട്ടിലോട്ട് ഇങ്ങനെ കാലെടുത്ത് ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇദ്ദേഹം വൊമിറ്റ് ചെയ്ത്, എനിക്ക് വൊമിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പടിയിട്ട് അവിടെ നിന്ന് തന്നെ ഇങ്ങനെ വൊമിറ്റ് ചെയ്ത്, എനിക്കെന്തോ ദേഹം തളരുന്ന പോലെ തോന്നുന്നതെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അപ്പോഴിങ്ങനെ ഈ ചെറി ഇങ്ങനെ കോണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ ഭക്ഷണം വൊമിറ്റ് ചെയ്തതിൻ്റെതായിരിക്കും എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ കുറച്ച് കിടന്നോ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി ബെഡിൽ കിടത്തി. ഞാൻ ഈ ഛർദിലെല്ലാം അങ്ങോട്ട് തൂത്തുവാരി കഴുകി പടിയിൽ അവിടെ തന്നെയല്ല, പടിയിൽ നിന്ന് കഴുകി അകത്ത് കയറി വന്ന് നോക്കുമ്പോൾ ഇദ്ദേഹം ഉറങ്ങുന്ന സൗണ്ടിന് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ടൊരു വിസിലിൻ്റെ സൗണ്ട്. അങ്ങനെ ഞാൻ അടുത്ത് വരുമ്പോൾ വായിൽ ഇങ്ങനെ പത വരുന്നു. അപ്പോൾ ഭയങ്കര എന്താണ് സംഭവം നമ്മൾ മനസ്സിലാക്കുന്നില്ലല്ലോ. ഇത് സ്ട്രോക്കാണോ, എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹത്തിന് ഈ വൊമിറ്റിങ് വരും. ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കുന്ന സമയത്ത് വയറ്റിന് പിടിക്കായിക വരാറുണ്ട്. അപ്പം അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു. പക്ഷേ അവിടെ നിന്ന് പിന്നീട് ബാത്റൂമിൽ വീഴുകയും അങ്ങനെ അടുത്തുള്ള പിള്ളേരെ വിളിച്ച് ഞാൻ അന്നേരം ആദുവിനെയും കൂട്ടിയിട്ട് ഞങ്ങൾ ആശുപത്രിയിൽ പോയി.
അവിടെ നിന്ന് മെഡിക്കൽ കോളേജിൽ 21 ദിവസം കിടക്കുമ്പോഴും ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. ഇദ്ദേഹത്തിന് മാത്രമല്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എൻ്റെ മനുഷ്യൻ്റെ ശരീരം തളർന്നു പോയിരിക്കുകയാണ് എന്നുള്ള കാര്യം ഞാനും മനസ്സിലാക്കുന്നുണ്ടായിരുന്നില്ല, അദ്ദേഹത്തിനും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. കാരണം നടന്നാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നത്. ആട്ടോയിൽ കയറ്റി വീൽ ചെയറിൽ ഇരുത്തി ആണ് പോകുന്നതെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നില്ല ഇദ്ദേഹത്തിൻ്റെ ശരീരം തളർന്നു പോയി എന്നുള്ളത്. എനിക്ക് അംഗീകരിക്കാനോ ഞാൻ വിചാരിക്കുന്നുമില്ല, ഇദ്ദേഹവും കരുതുന്നില്ല. തിരിച്ച് നമ്മൾ ആശുപത്രിയിൽ പോയി ബെഡിൽ കിടന്നു കഴിഞ്ഞതിന് ശേഷം ആ ഡോക്ടറിനെ പി ജി പിള്ളേർ വന്നിട്ട് കാലുപൊക്ക് കൈപൊക്ക് എന്നൊക്കെ പറയുമ്പോൾ പൊക്കേണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ തളർന്നു പോയ ആ ശരീരഭാഗങ്ങൾ തന്നെ ഇദ്ദേഹം പൊക്കുന്നു താക്കുന്നു എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോഴും നമ്മൾ വിചാരിക്കുന്നില്ല ഈ ശരീരം തളർന്നു പോയി എന്നുള്ളത്, നമ്മൾ കരുതുന്നില്ല. പിന്നീട് 5ാമത്തെ ദിവസം ഇദ്ദേഹത്തിനെ ICUയിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കുന്നു. അവിടെ വെച്ച് ICUവിൻ്റെ അകത്ത് വെച്ച് നടന്നിട്ടുള്ള സംഭവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മിറാക്കിൾ പോലുള്ള സംഭവങ്ങളാണ്. അതായത് ഞാനിങ്ങനെ പുറത്തുനിന്ന് നേരെ അകത്ത് കയറി പോകും. എനിക്ക് ഇദ്ദേഹത്തിനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. എന്താണ് സംഭവം, ഇദ്ദേഹത്തിന് എങ്ങനെയാണ് ഇവർ പറയുന്ന മരുന്നുകളും ദേഹം തുടയ്ക്കുന്ന സാധനങ്ങളും എല്ലാം ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴൊന്നും അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല, ശരീരം തളർന്നു പോയി എന്നുള്ളത് ഞങ്ങൾ വിചാരിക്കുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കൊടുക്കുന്നു. അപ്പോൾ അനിയന്മാരും എന്നിട്ട് പകൽ അനിയന്മാരിരിക്കും. ഞാൻ രാത്രിയിൽ ഞാൻ വീട്ടിൽ പോയി കുളിച്ച് എടുത്തിട്ട് ഞാൻ വീണ്ടും തിരിച്ചു വരും. എന്നിട്ട് 4-5 ദിവസം അനിയന്മാർ ഇരുന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവരും പോയി, അവർക്കും ഒരു ഫാമിലിയൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അവരും പോയി. പിന്നെ അത് കഴിഞ്ഞ് പെങ്ങളെ മോനും ഞാനും മാത്രമാണ് ഉള്ളത്. പറയുന്ന എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കൊടുത്ത്. അപ്പോൾ ആ ഒരു സമയം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ഭക്ഷണത്തിനോട് ഭയങ്കര പ്രിയം തോന്നുകയാണ്. എനിക്കെന്തെങ്കിലും വാങ്ങിച്ചു, എനിക്ക് ബിരിയാണി കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്ന് ഭയങ്കര ബഹളമാണ്. അതായത് എനിക്ക് ആശുപത്രി കിടക്കണ്ട, എനിക്ക് വീട്ടിൽ പോയാൽ മതി, എനിക്ക് ഭക്ഷണം കഴിക്കണം, എനിക്ക് ഉറങ്ങണം എന്നുള്ളതാണ്. അങ്ങനെ അവിടെ നിന്ന് എൻ്റെ അടുത്ത് ഒരു ദിവസം പറഞ്ഞു. അപ്പോൾ അന്ന് അനിയന്മാർ അവിടെ ഉണ്ട് കേട്ടോ. ആ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞ്, ഒരിക്കലും ഇല്ലാത്ത പോലെ എൻ്റെ അടുത്ത് പറയുകയാണ്, എനിക്ക് വീട്ടിലെ ഭക്ഷണം കഴിക്കണം, ചമ്മന്തിയും മുട്ടയും ഒക്കെ വെച്ച് വീട്ടിലെ ഭക്ഷണം കഴിക്കണം, എനിക്ക് വാങ്ങിച്ചതാ എന്ന്. അപ്പോൾ ഈ സംസാരിക്കുന്നതെന്ന് പറയുന്നത് ഒരു കുഴഞ്ഞാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഞാൻ താഴെ ഇറങ്ങി വന്ന് എൻ്റെ അനിയൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ അദ്ദേഹം വീട്ടിലെ ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞ് രാത്രി അവൻ എവിടെ പോയി വാങ്ങിച്ചെന്ന് എനിക്കറിയാൻ പാടില്ല. ഈ മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്ത് വീടുകളിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്ന് വിൽക്കുന്ന ആളുകളുണ്ട്. അപ്പം അതിലൊരു അമ്മ കൊണ്ടുവന്ന ഭക്ഷണം അവൻ വാങ്ങിച്ചു തന്നു. ആ സമയത്തെന്ന് പറയണത് ഞാൻ റിയലൈസ് ചെയ്യാണ് ഞാനും പ്രഗ്നൻ്റാണ്. അപ്പോൾ എൻ്റെ ഉള്ളിലും എനിക്ക് വീട്ടിലെ ഭക്ഷണം കഴിക്കണം എന്നുള്ള ഒരാഗ്രഹം ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്താണ് ഇവൻ എവിടെയോ പോയി ഒരു അമ്മച്ചിയമ്മയുടെ കയ്യിൽ നിന്ന് ഈ ചോറ് വാങ്ങിച്ചുകൊണ്ട് വന്ന് അതിൻ്റെ അകത്ത് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ, അല്ലെങ്കിൽ എൻ്റെ മനുഷ്യൻ ആഗ്രഹിച്ചതുപോലെ തന്നെ വെണ്ടയ്ക്ക എൻ്റെ മനുഷ്യൻ കഴിക്കൂല, ചമ്മന്തി ഉണ്ടായിരുന്നു. പിന്നെ ഈ നൊത്തോലിപ്പൊടി ചമ്മന്തി, സാദാ ചമ്മന്തി, അച്ചാറ്, അവിയൽ, ഇത്രയും വെച്ചിട്ടാണ് ആ ചോറ് കൊണ്ടുവന്നത്. ഞാനൊരു പാത്രത്തിലൊക്കെ എടുത്തിട്ട് ICUയിൽ കൊണ്ടുപോയി അദ്ദേഹത്തിന് തിന്നാൻ കൊടുത്ത് ഞാനും വൈകുന്നേരം രാത്രി വന്നിട്ട് ബാക്കിയുള്ള ചോറ് കഴിച്ച് പിറ്റേന്ന് രാവിലെ ഞാൻ പോകുമ്പോൾ ഇദ്ദേഹം ഭയങ്കര അവശനാണ് കേട്ടോ. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നത് ആൾക്ക് മൂത്രമൊഴിക്കാൻ മുട്ടുന്നതെന്നൊന്നും പറയുന്നില്ല, ആളിങ്ങനെ അങ്ങ് ബെഡിൽ കൂടി തന്നെ മൂത്രം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്ന് ഡോക്ടറെ, അദ്ദേഹം അറിവോടുകൂടി അത് ചെയ്യില്ല, ഒരിക്കലും മറ്റൊരാളിനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ അദ്ദേഹം അങ്ങനെ ചെയ്യില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബോധത്തിന് എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, നിങ്ങളൊന്ന് നോക്കുമോ. ഞാനിങ്ങനെ കരഞ്ഞ് നിലവിളിച്ചിട്ട് അവരുടെ അടുത്ത് പറയുകയാണ്. പക്ഷെ അവർ ഇങ്ങനെ മരുന്നിൻ്റെ സെഡേഷൻ ആയിരിക്കും എന്ന് പറഞ്ഞു. തിരിച്ച് രാവിലെ ഞാൻ വീണ്ടും ഇഡലിയും ചമ്മന്തിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ കാണാൻ പോകുന്നു. ഞാൻ വാരി കൊടുക്കുന്ന ഭക്ഷണം അദ്ദേഹം കഴിച്ചുകൊണ്ട് അദ്ദേഹം മയങ്ങിപ്പോവുകയാണ്. അതായത് ബോധം മറഞ്ഞ് അദ്ദേഹം മയങ്ങിപ്പോയി, ബോധമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഞാൻ വാരിക്കൊടുത്ത ഭക്ഷണം വായിൽ വെച്ചും കൊണ്ട് എൻ്റെ മനുഷ്യൻ്റെ ബോധം മറഞ്ഞു പോവുകയാണ്. ഞാനിത് ഇമോഷണൽ ആവാതെ നിങ്ങളുടെ അടുത്ത് പറയും. തിരിച്ചൊരു 11 മണിയായപ്പോൾ ഡോക്ടർമാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആൾക്ക് ബോധം പോയിട്ടുണ്ട്, ആളുടെ ബോധം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ കിടന്നിങ്ങനെ ഭ്രാന്തിയെ പോലെ അലറി. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി മുതൽ നിങ്ങളോട് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ബോധം മറഞ്ഞു പോകുന്നു എന്നുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വായിക്കകത്ത് ഞാൻ വാരിക്കൊടുത്ത അവസാന ഭക്ഷണം ഉണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് തവണ ഈ വീഡിയോ എടുത്തിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാണ്. പക്ഷേ ഇത് ഞാൻ നിങ്ങളിൽ എത്തിക്കും. അങ്ങനെ 4-5 ദിവസത്തോളം ഇദ്ദേഹം ബോധരഹിതനായി കിടക്കുകയാണ്. ബോധമില്ല. ആ ഒരു സമയത്താണ് സ്വന്തമായിട്ട് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ട്രക്യോസ്റ്റമി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ തൊണ്ട തുരന്ന് കുഴലിട്ട് ശ്വാസം എടുപ്പിക്കുക, ആ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴും ഞാൻ പറഞ്ഞ്, ഓരോ ദിവസവും ഇങ്ങനെ ബോധമില്ലാത്ത ഒരവസ്ഥ വരെ എത്തി. അദ്ദേഹം മരണപ്പെടുമെന്ന് തന്നെ ഡോക്ടർമാർ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ്, വേദനകളില്ലാതെ എൻ്റെ മനുഷ്യൻ മരണപ്പെട്ടു പോട്ട്, നിങ്ങൾ വേദനിപ്പിച്ച മനുഷ്യനെ കൊല്ലരുത്.
അപ്പോൾ ഈ നേരം ബ്ലഡ് എടുക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കാത്ത മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് ഇത്രയധികം ബ്ലഡ് എടുക്കുമ്പോൾ ബ്ലഡ് ഇല്ലാത്തൊരു പ്രശ്നം വരും. ഇതിനൊക്കെ ഞാൻ അവിടെ കിടന്ന് അടിയുണ്ടാക്കുന്നുണ്ട് കേട്ടോ, ബഹളങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് ഞാൻ ചിന്തിക്കുന്നില്ല, നമ്മളിങ്ങനെ നിരന്തരം അവരെ ശല്യം ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെ രോഗിയെ ബാധിക്കും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ആ ഡോക്ടർമാർ അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ. നല്ല ഡോക്ടർമാർ, ICUലുള്ള ഡോക്ടർമാർ നല്ല ഡോക്ടർമാരായിരുന്നു. അവരെൻ്റെ ഇമോഷൻസിനെ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അവർ പല സ്ഥലങ്ങളിലും അവർ സൈലൻ്റായി എൻ്റെ ഇമോഷൻ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്ന ഒരു ദയനീയാവസ്ഥ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്നൊന്നും എൻ്റെ മനുഷ്യനെ അറിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ശരീരം തളർന്നു പോയി. അങ്ങനെ ഒരു 5 ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തിന് ബോധം തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളെപ്പോലും മറന്നുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ബോധമില്ലാത്തൊരവസ്ഥയിലാണ്, ഇദ്ദേഹത്തിന് ബോധം മറഞ്ഞു പോയി. ഇദ്ദേഹം ബോധം കെട്ടുമെന്ന് മനസ്സിലായ സമയത്ത് ഡോക്ടർമാർ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു ഞാനൊന്ന് കയറി കണ്ടോട്ടെ. അപ്പോൾ ഡോക്ടർമാർ ശരി കയറി കണ്ടോ എന്ന് പറഞ്ഞപ്പോൾ അന്നാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൈയെടുത്ത് എൻ്റെ വയറ്റിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, മനുഷ്യ ഞാൻ ഒറ്റയ്ക്കായിപ്പോയി, എൻ്റെ മക്കളും ഒറ്റയ്ക്കായി പോവും. ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഞാൻ നിങ്ങളെ കൊണ്ട് ഞാൻ വീട്ടിൽ പോകുമെന്ന്. നിങ്ങൾ എൻ്റെ അടുത്തൊരു വാക്ക് പോലും പറയാതെ ഞാൻ വാരി തന്ന ഭക്ഷണവും വായിലിട്ടിട്ട് നിങ്ങൾ മറഞ്ഞു, നിങ്ങൾ ബോധം മറഞ്ഞു. എന്തുകൊണ്ട് എന്നോടൊരു വാക്ക് പറയാതെ നിങ്ങൾ ഉറങ്ങിപ്പോയത്? എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് മനുഷ്യ, ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാൻ പാടില്ല. നിങ്ങൾ തിരിച്ചു വരൂല്ലേ? അപ്പം സത്യമാണ്, ഈ ഒരു സംഭവം നടന്നൊരു കാര്യമാണ് കേട്ടോ. എന്നൊരു സൗണ്ട് ആ മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ കേട്ടതാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൈയെടുത്ത് എൻ്റെ വയറ്റിൽ വെച്ചിട്ട്, മനുഷ്യ നിങ്ങൾ തിരിച്ചു വരൂല്ലേ, ഞാൻ നിങ്ങളെ വിശ്വസിച്ച് പോവുകയാണ്, നിങ്ങൾ തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകുന്നു. അങ്ങനെ 5 ദിവസം കഴിഞ്ഞ് ഭാഗ്യത്തിന് ബോധമൊക്കെ കിട്ടി. പക്ഷെ പിന്നെ അതിൻ്റെ അകത്ത് പിന്നെ കൂടുതൽ ചികിത്സയൊന്നും അവിടെ ചെയ്യാനായിട്ടില്ലടേ. അങ്ങനെ ഞങ്ങൾ കിംസിലോട്ട് കൊണ്ടുവന്നു. കിംസിൽ കൊണ്ടുവന്നൊരു 10 ദിവസം കഴിയുമ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്, അദ്ദേഹവും ഞാനും, ഇത് സ്ട്രോക്ക് വന്നിട്ട് ഒരു വശം തളർന്നു പോയതാണ്. ഇത് നേരെയാവാൻ ഇനി ഒരുപാട് കാലങ്ങൾ പിടിക്കും. നേരെയായി, ഇല്ലെങ്കിൽ ഇല്ല. പക്ഷെ അപ്പോഴും ഡോക്ടർ എനിക്ക് ഭയങ്കര ധൈര്യം തരുന്നുണ്ടായിരുന്നു. അവിടുത്തെ ശ്യാംലാൽ സാർ, കിംസിലെ ശ്യാംലാൽ ന്യൂറോ വിഭാഗത്തിലെ ശ്യാംലാൽ സാർ വന്നിട്ട് പറഞ്ഞു, അമ്മ വിഷമിക്കൊന്നും വേണ്ട, ഇത് ശരിയാവും കേട്ടോ, കുറച്ച് നാൾ പിടിക്കും, പക്ഷെ അത് ശരിയാവും കേട്ടോ എന്ന് പറഞ്ഞിട്ട് മനസ്സിന് ഭയങ്കര ധൈര്യം തന്ന ഒരു സാറാണ്. അങ്ങനെ ഇദ്ദേഹം സ്വയം എൻ്റെ ശരീരം തളർന്നു പോയി, ഞാൻ ശരീരം തളർന്ന ഒരു മനുഷ്യനായി മാറി എന്നറിയുന്ന സമയം ഒരു തരം ഭ്രാന്ത് പിടിച്ചതുപോലെയാണ്. അതായത് എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് നടക്കണം, ഞാൻ പോകും എന്ന് പറഞ്ഞിട്ട് ഈ കട്ടിലിൽ നിന്ന് എണീറ്റ് ചാടാനൊക്കെ ശ്രമിക്കുകയാണ്. ഭയങ്കര ഭ്രാന്തം കളി അവിടെ കിടന്ന് ഇങ്ങനെ കാണിക്കുകയാണ്. അവസാനം ഡോക്ടർമാർ എന്നെ വിളിച്ചിട്ട്, കിംസിലെ ഡോക്ടർമാർ എന്നെ വിളിച്ചിട്ട് എനിക്കൊരു ഫോം എടുത്ത് തന്നു. ഈ ഫോം എടുത്ത് തന്നിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ്, ആൾ ഭയങ്കര വയലൻ്റാണ്, ആൾ കട്ടിലിൽ നിന്നൊക്കെ എടുത്ത് ചാടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഉയരൊക്കെ ഇങ്ങ് മൂക്കിൽ നിന്നും വായിൽ നിന്നും ട്രക്യോസ്റ്റമി ചെയ്ത് അവിടെ നിന്നും പിന്നെ യൂറിൻ പോകുന്നതിനും ഒക്കെ ട്യൂബ് ഇട്ടയക്കുന്ന, ദേഹം മുഴുവൻ ട്യൂബ് ഇട്ടയക്കുന്ന ഈ പുള്ളിക്കാരൻ അതേ കണക്ക് കയ്യിൽ കൂടി പിന്നെ മരുന്ന് കയറ്റുന്ന. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വലിച്ച് പിച്ച് കളയാണ്, ഇതൊക്കെ വലിച്ചിങ്ങനെ കളയാണ് അത്ര. ആൾ ഭയങ്കര വയലൻ്റാണ്. അപ്പം നിങ്ങൾ ഞങ്ങൾക്കൊരു പേപ്പറിൽ ഒപ്പിട്ട് തരണം, കയ്യും കാലും കെട്ടിയിടാൻ വേണ്ടിയിട്ട്. നിങ്ങളൊന്ന് ആലോചിക്കണം, ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദയനീയ അവസ്ഥ, ഒരു മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ ദയനീയ അവസ്ഥ, അവൻ്റെ ശരീരം തളർന്നു പോയി എന്നറിയുമ്പോൾ ഏറ്റവും ആരോഗ്യകരമായി ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ അവൻ്റെ മാനസിക നില തകരാറിലാകുന്ന ഒരവസ്ഥ. എനിക്കൊരു പ്രശ്നമില്ല, നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് എന്നെ രോഗിയാക്കി ഇവിടെ കെട്ടിയിടുകയാണ് എന്ന് പറഞ്ഞിട്ട് സ്വന്തം ശരീരത്തിനെ പോലും മാനിക്കാതെ സ്വയമേ ശരീരം വേദനിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ എത്തുമ്പോൾ എല്ലാ ആരോഗ്യത്തോടും കൂടി ഇരിക്കുന്ന ഞാൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ കാലും കൈയും കെട്ടിയിടാൻ വേണ്ടിയിട്ടൊരു ഫോമിൽ ഒപ്പിട്ട് കൊടുക്കുകയാണ്. എന്നെ സ്വാതന്ത്ര്യമെന്ത് എന്ന് പഠിപ്പിച്ച, ഞാനും ഒരു മനുഷ്യനാണ് എന്ന് എന്നെ തോന്നിപ്പിച്ച, എനിക്കൊരുപാട് സന്തോഷം തന്ന എൻ്റെ മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ കയ്യും കാലും കെട്ടിയിടാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫോമിൽ ഒപ്പിട്ട് കൊടുത്തു. ആ മനുഷ്യൻ്റെ കയ്യും കാലും കട്ടിലിൽ കെട്ടിയിട്ടു. അത് കഴിഞ്ഞ് ഒരുപാട് നാൾ ആ മനുഷ്യൻ മാനസികമായിട്ട് ഭയങ്കര തളർന്ന് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷവും എനിക്ക് പോകണം, എനിക്ക് മുമ്പേ പോകണം. ഇന്ന് എൻ്റെ മനുഷ്യൻ എവിടെ പോയിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നാഗർകോവിൽ ഒരു എക്സിബിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒറ്റയ്ക്ക് ഞാൻ എൻ്റെ മനുഷ്യൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു, നിങ്ങളൊന്ന് സമാധാനപ്പെടും മനുഷ്യ, നിങ്ങൾക്ക് പഴയ അതേ ലൈഫ് തിരിച്ച് കിട്ടും, നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ, ഞാൻ കൊണ്ടുവരും, ഞാൻ ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഇന്ന് ഈ വീഡിയോ എടുക്കാൻ പറ്റിയ സമയമാണ്. കാരണം ഇന്ന് ആ മനുഷ്യൻ ഒറ്റയ്ക്ക് നാഗർകോവിൽ വരെ പോയിരിക്കുകയാണ്. അപ്പം അത്രയും ഒരു മനുഷ്യൻ്റെ ദയനീയ അവസ്ഥ എന്ന് പറയുന്നത്, അതിലും വലുതാണ് അവരെ ചുറ്റി നിൽക്കുന്ന, അവർക്ക് വേണ്ടി ജീവിക്കുന്ന കുറേ ആളുകളെന്ന് പറയുന്നത്. അപ്പം ഞാനും ആ ഒരു സമയത്ത്, ഈ ഒരു സമയത്ത് ഇദ്ദേഹത്തിൻ്റെ മാനസിക നില ഈ ഒരു കണ്ടീഷനിലാവുന്ന സമയത്ത് തന്നെ എന്നെ വീട്ടിൽ നിന്ന് എൻ്റെ മക്കൾ നിരന്തരം വിളിക്കും, ഉമ്മച്ചി ഇന്ന് വരൂലേ, ഇന്ന് വാപ്പനെ ഡിസ്ചാർജ് ആക്കൂലേ, ഇന്ന് വരൂലേ, ഉമ്മച്ചിയുടെ കൈ കൊണ്ടൊരു നേരത്തെ ആഹാരം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൊതിയാകുന്നു ഉമ്മച്ചി, ഞങ്ങൾക്ക് വിശക്കുന്നു ഉമ്മച്ചി
ഞങ്ങൾക്ക് വിശക്കുന്നു ഉമ്മച്ചി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ മക്കളൊരു സൈഡിൽ നിന്ന് വിളിക്കുന്നു. എൻ്റെ മനുഷ്യൻ്റെ അവസ്ഥ ഇങ്ങനെ ഒരു ആ അവസ്ഥ എന്ന് പറയുന്നത് അത് നേരിടുന്ന ഒരാൾക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റൂ. നമ്മളതുവരെ നമ്മളെ സ്നേഹിച്ചിരുന്ന, നമ്മൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷയായിട്ടുള്ള, നമ്മുടെ ജീവൻ്റെ പാർട്ടായിട്ടുള്ള ഒരു മനുഷ്യൻ മാനസിക നില വരെ തെറ്റി ശരീരം തളർന്ന് ഒരു ബെഡിൻ്റെ അകത്ത് ജീവിക്കുമോ മരിക്കുമോ എന്നുള്ള ഒരു അവസ്ഥയിൽ ജീവിക്കുമ്പോൾ നമ്മൾ മക്കളെന്ന് പറയുന്നത് മറ്റൊരിടത്ത് അനാഥകളെപ്പോലെ ജീവിക്കുന്ന സമയത്ത് എല്ലാ ആരോഗ്യത്തോടും കൂടി ഇരിക്കുന്ന ഞാൻ ഇതെല്ലാം കണ്ടും കൊണ്ട് നിസ്സഹായ അവസ്ഥയിൽ രണ്ടിൻ്റെയും നടുക്ക് നിന്ന് അനുഭവിച്ച വേദനകളെ ഒരു കാമമായിട്ടോ അല്ലെങ്കിൽ ഒരു മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്ന ഒരു അവസ്ഥയായിട്ടോ ഈ ഇമാജിൻ ചെയ്യുന്ന ആളുകൾ ഇവരെയൊക്കെ മനുഷ്യരാണോ എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രയാസം തോന്നും. ഇതുപോലൊരവസ്ഥ ഒരു മനുഷ്യൻ നേരിടണം. അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ഒരു മനുഷ്യൻ്റെ നിസ്സഹായ അവസ്ഥ. നമ്മളെല്ലാം ആണെന്ന് നമ്മൾ പറയും, എനിക്കെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്ന് പറയുന്ന മനുഷ്യൻ പോലും സ്വന്തമായി ഒന്ന് പെടുക്കാനും തൂറാനും മറ്റൊരാളുടെ സഹായം തേടുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ദരിദ്രാവസ്ഥയാണ് എന്ന് ഞാൻ പറയും. ഞാൻ അതുവരെ മനസ്സിൽ കരുതിയിരുന്ന ഒരു കാര്യം പണമില്ലാത്ത അവസ്ഥയാണ് ദരിദ്രാവസ്ഥ. ഒരിക്കലുമല്ല. ഒരു മനുഷ്യൻ തനിക്ക് തൂറാനും പെടുക്കാനും വേണ്ടി മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വന്നാൽ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദരിദ്രാവസ്ഥ എന്ന് പറയുന്നത്. എൻ്റെ മനുഷ്യൻ ദയനീയമായി എന്നെ നോക്കാറുണ്ട്. അതായത് കിംസിലെ സിസ്റ്റർമാർ വരും, ഇദ്ദേഹം യൂറിൻ പാസ് ചെയ്താൽ എണീറ്റ് പോയി ബാത്റൂമിലൊന്നും ഇരിക്കാൻ പറ്റുന്ന ശരീരം തളർന്നു പോയ ശരീരം, തളർച്ചയുള്ള ഒരാളിനെ നമുക്ക് എടുത്ത് പൊന്തിക്കാൻ വേണ്ടി ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്നഗ്ഗിയാണ് യൂസ് ചെയ്യുന്നത്. ഈ സ്നഗ്ഗി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ മക്കളുടെ പ്രായമുള്ള പിള്ളേരാണ് വന്നിട്ട് അത് ക്ലീൻ ചെയ്യാൻ വരുന്നത്. ആ പിള്ളേരത് ക്ലീൻ ചെയ്യുമ്പോൾ എൻ്റെ മനുഷ്യൻ എന്നെ ഇങ്ങനെ ദയനീയമായിട്ട് നോക്കും. പിന്നീട് ഞാൻ സമ്മതിക്കില്ല, ഞാൻ തന്നെ കയ്യിൽ ഉറയിട്ടിട്ട് ഞാൻ തന്നെ ക്ലീൻ ചെയ്യും. ആ പിള്ളേർ വരുമ്പോൾ ഞാൻ പറയും. അപ്പോൾ ആ പിള്ളേർ എന്നെ വഴക്ക് പറയും. അതായത് ആൻറ്റി ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്, ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്, അപ്പോൾ ഞങ്ങളിത് ചെയ്തില്ല എങ്കിൽ ഞങ്ങളുടെ ഡ്യൂട്ടി അത് ബാധിക്കും. അപ്പോൾ ആൻറ്റി ഇത് ചെയ്യരുത്, ഞങ്ങളിത് ചെയ്തോളും. പക്ഷെ ഞാൻ എന്നെ ചെയ്യും, എനിക്ക് മനസ്സേക്കൂല അവരെ കൊണ്ടത് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് മനസ്സേക്കൂല, ഞാൻ എന്നെ ചെയ്യും. രാവിലെ അവർ വരും, ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പല്ല് തേച്ച് ദേഹമൊക്കെ തുടച്ച് ഭയങ്കര ക്ലീനാണ് കേട്ടോ. ബെഡ്ഷീറ്റ് മാറ്റും, ഡെയിലി വന്നിട്ട് ബെഡ്ഷീറ്റ് മാറ്റും. അതുപോലെ തന്നെ ഇവരിട്ടിരിക്കുന്ന ഡ്രസ്സ് ഊരി വേറെ ഡ്രസ്സ് ഇടും. ദേഹം മറ്റേ ഈ ക്ലീൻ ചെയ്യുന്ന പേപ്പറുണ്ടല്ലോ അത് വെച്ചിട്ട് ക്ലീൻ ചെയ്യും, പല്ല് തേപ്പിക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഡോക്ടറിനെ അവിടെ കാണാനും പാടുള്ളൂ. അപ്പോൾ അതിനവർ രാവിലെ 5 മണിയാകുമ്പോഴത്തേക്ക് അവിടുത്തെ സിസ്റ്റർമാരും നേഴ്സുമാരും വന്നിട്ട് ഇത് ചെയ്യും. അത് അവർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനും നേരത്തെ എണീറ്റിട്ട് ഞാൻ ക്ലീൻ ചെയ്യും. അപ്പം അതൊക്കെ എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഡിസ്ചാർജ് ആക്കുന്നതിന് മുമ്പ് ഈ ട്രക്കിയോസ്റ്റമിയുടെ ഒയറെടുക്കണം. ഒയറെടുത്ത ആൾ സ്വയമേ വെള്ളം കുടിച്ച് സ്വയമേ ഭക്ഷണം കഴിക്കുന്ന ഒരു കണ്ടീഷനിലെത്തണം. പക്ഷെ അതിന് കുറേ നാൾ ഈ ട്രക്കിയോസ്റ്റമി ചെയ്തതിൻ്റെ പേരിൽ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റാതെ ഒരു സ്പൂണ് വെള്ളത്തിന് എൻ്റെ അടുത്ത് യാചിച്ച ഒരു സമയമുണ്ട്. അതൊക്കെ എന്ന് പറയുന്നത് അതെനിക്ക് പറയാൻ എൻ്റെ മനസ്സിങ്ങനെ തേങ്ങും. അതായത് ഈ ട്രക്കിയോസ്റ്റമിയുടെ സംഭവം അഴിച്ചു മാറ്റുന്നതിന് മുമ്പ് ഇവർ സ്വയം വെള്ളം കുടിച്ച് വെള്ളം ഇങ്ങനെ ശ്വാസകോശത്തിലോട്ട് കയറുന്നത് ആ ഒരു ട്രെയിനിങ് ഇവർക്ക് കൊടുക്കണം. അതിന് മുമ്പുള്ള അവസ്ഥ എന്ന് പറയുന്നത് എൻ്റെ മനുഷ്യൻ്റെ നാവൊക്കെ പ്ലാസ്റ്റിക് ആയിട്ടുണ്ടായിരുന്നു. അതായത് 10-40 എനിക്കൊന്നും ഒരു 30-35 ദിവസത്തോളം ഇദ്ദേഹം വായിൽ കൂടി ഭക്ഷണം കഴിക്കാത്ത അവസ്ഥയായിരുന്നു. ആ സമയം എന്ന് പറയണം വെള്ളമൊന്നും കൊള്ളാതെ ഇങ്ങനെ ഞാൻ ഈ ഇദ്ദേഹത്തിനെ നോക്കുന്ന ഡോക്ടറിനെ വിളിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഒരു ഇച്ചിരി വെള്ളം നിങ്ങൾ കൊടുക്കുക, നാവിൻ്റെ കണ്ടീഷൻ നോക്ക്. അപ്പോൾ ആ ഡോക്ടർ എൻ്റെ അടുത്ത് പറയും അതങ്ങനെ കൊടുക്കാൻ പറ്റൂല അമ്മ, അത് കൊടുത്തു കഴിഞ്ഞാൽ ശ്വാസകോശത്തിൻ്റെ അകത്തോട്ട് വെള്ളം കയറി ആൾ ഡെത്തായി പോവും, നിങ്ങൾ പറയുന്ന പോലെയല്ല. ശരിയാണ്, പക്ഷേ ഇത് നമ്മൾ കാണുമ്പോൾ ചുണ്ടൊക്കെ ഇങ്ങനെ വരണ്ട് ഞാൻ ഈ ICUവിൽ കയറി പോകുന്ന ഞങ്ങൾക്ക് കാണാൻ പറ്റുന്ന സമയമെന്ന് പറയുന്നത് രാവിലെയും വൈകുന്നേരവും ഞങ്ങൾക്ക് ഈ രോഗീനെ കാണാൻ വേണ്ടിയിട്ട് സമ്മതിക്കും. ആ സമയത്ത് ഞാൻ കയറി പോകുമ്പോൾ എൻ്റെ മനുഷ്യൻ ഇങ്ങനെ എന്നെ തൊഴും. മോളെ എനിക്ക് ഒരു സ്പൂണ് വെള്ളം താ, ഒരു ശകലം വെള്ളം താ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നിട്ട് കയ്യിലൊരു പഞ്ഞി കരുതി വെച്ചേക്കും. എന്നിട്ട് ഞാൻ പോയി ഇങ്ങനെ ചുണ്ട് നനച്ചു കൊടുക്കും ആ വെള്ളം. അതുപോലും ഇങ്ങനെ ആർത്തിയോടുകൂടി ഇങ്ങനെ കുടിക്കാൻ ശ്രമിക്കുന്ന ആ മനുഷ്യനെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് അതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും ദയനീയമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിലോട്ട് ഈ ന്യൂട്രിയൻസും പ്രോട്ടീനും ഒക്കെ പോകുന്നുണ്ട് ട്രിപ്പ് വഴിയും, അല്ലാതെ ഈ മറ്റേ ഒരു മൂക്കിൽ കൂടി ഒരു സാധനം ഇട്ടിട്ടുണ്ട്, അതിൽ കൂടിയാണ് ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത്.
ഇതെന്ന് പറയുന്നത് ഭയങ്കര പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ഭക്ഷണങ്ങളാണ് അതുവഴി കൊടുക്കുന്നത്. പക്ഷേ എന്നാൽ പോലും അത്രയും റിച്ചായിട്ടുള്ള ഭക്ഷണം ഉള്ളിൽ പോകുന്നുണ്ട് എങ്കിൽ പോലും ഈ വായിൽ കൂടി നമ്മൾ കഴിക്കുന്ന ആഹാരം അല്ലെങ്കിൽ വായിൽ കൂടി കഴിക്കുന്ന ഒരു തുള്ളി വെള്ളത്തിന് ഭയങ്കര വിലയാണ് എന്ന് എൻ്റെ മനുഷ്യനിപ്പോൾ ആ ഒരു സമയത്താണ് മനസ്സിലാക്കുന്നത്. നമുക്കൊരു വെള്ളം പോലും കുടിക്കാൻ തോന്നില്ല. ആ മനുഷ്യൻ്റെ ഒരു കണ്ടീഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം പോലും കുടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തോന്നില്ല. ആ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഒരു തുള്ളി വെള്ളം ഞാനിങ്ങനെ ആലോചിക്കും, എൻ്റെ വിശപ്പ് മാറ്റിയ മനുഷ്യൻ, എന്നെ ദരിദ്രാവസ്ഥയിൽ നിന്ന് കൈയേറ്റിയ ഒരു മനുഷ്യൻ, എൻ്റെ മുന്നിൽ തന്നെ ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി യാചിക്കുന്ന ഒരവസ്ഥ. പടച്ചതമ്പുരാനെ, ശത്രുക്കൾക്ക് പോലും നീ വരുത്തരുതേ, ശത്രുക്കൾക്ക് പോലും ആ ഒരു അവസ്ഥ നീ വരുത്തരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു പോകുന്ന ഒരു നിമിഷമായിരുന്നു ആ സമയമൊക്കെ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം എനിക്ക് പോകണം, എനിക്ക് മുമ്പേ പോകണം, എനിക്ക് അവിടെ പോകണം, എനിക്ക് ഇവിടെ പോകണം, എന്നെ കൊണ്ടുപോ തളർന്നു പോയി എന്നുള്ളത് ആ മനുഷ്യന് താങ്ങാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. പക്ഷേ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം അദ്ദേഹത്തിന് ഒരു ദിവസം പോലും ഞാൻ ബെഡിൽ തന്നെ കിടക്കാൻ വിട്ടിട്ടുമില്ല. ഞാൻ എൻ്റെ ശരീരത്തോട് ചേർത്ത് ഷോള് വെച്ച് കെട്ടാൻ എൻ്റെ നാട്ടുകാർക്കറിയാം. ഇന്നും എൻ്റെ നാട്ടുകാർ ഭയങ്കര ബഹുമാനത്തോടു കൂടിയാണ് കാണുന്നത്. അത് ഒരു പക്ഷേ ഇതൊക്കെ കണ്ടത് കൊണ്ടായിരിക്കാം. ചെറിയ പ്രദേശം, വളരെ ചെറിയ പ്രദേശമാണ്. പക്ഷെ അവിടെയുള്ള ആളുകളെന്ന് പറയുന്നത് എൻ്റെ ഭർത്താവിനെയൊക്കെ അത്ര ഭയങ്കര ബഹുമാനത്തിൽ കാണുന്ന ആളുകളാണ്. അപ്പം എൻ്റെ വയറും വലിയ വയറാണ്. ഞാനന്ന് പ്രഗ്നൻ്റ് ആണല്ലോ. എൻ്റെ വയറ്റിൽ ഞാൻ ഇദ്ദേഹത്തിനെ ഷോള് കൊണ്ട് കെട്ടി എൻ്റെ കൈ കൊണ്ട് അത്രയും ബലത്തിൽ നമ്മൾ പിടിച്ചാലേ ഇദ്ദേഹത്തിന് നിൽക്കാൻ തന്നെ പറ്റുള്ളൂ, നടക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇദ്ദേഹത്തിനെ തൂക്കി ഒരു 2 സ്റ്റെപ്പ് അങ്ങോട്ട് നടക്കുമ്പോൾ തന്നെ ഞാൻ തളരും. എന്നാലും ഞാൻ ആ മനുഷ്യനെയും കൊണ്ട് ആ മനുഷ്യൻ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം പോയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ഞാൻ കൊണ്ടുപോയി അദ്ദേഹത്തിന് നടക്കാൻ കഴിയില്ല എന്നുള്ള തോന്നൽ തന്നെ ആ മനുഷ്യനിൽ നിന്ന്, നടക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങളുടെ കാലിനും കൈക്കും പകരം ആ കാലിനും കൈക്കും പകരം ഞാൻ നിങ്ങൾക്ക് ഒപ്പമുണ്ട്, നിങ്ങൾ പേടിക്കരുത്, പതറരുത് എന്ന് പറഞ്ഞ് ഇന്നെൻ്റെ മനുഷ്യൻ സ്വന്തം കാലിൽ നിൽക്കും, സ്വന്തം കാലിൽ നടക്കും, സ്വന്തം കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര. പക്ഷേ ഈ രോഗത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ രോഗം വന്നു കഴിഞ്ഞാൽ വീണ്ടും ഈ രോഗം വരും. അത് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. ഈ രോഗം എന്ന് പറയുന്നത് വീണ്ടും വരും. വീണ്ടും വരാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ എപ്പോഴും റിലാക്സ് കൊടുക്കുക, അതുപോലെ ഗുളികകൾ മുടക്കാതിരിക്കുക. ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ. കുറേ കാലം അദ്ദേഹം ഭയങ്കര ചെറിയ കാര്യങ്ങൾക്ക് പോലും ടെൻഷനാവുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇന്നലെ അദ്ദേഹം എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഇനി മരണപ്പെട്ടു പോയാലും എനിക്ക് ഭയമില്ല, കാരണം നീ എൻ്റെ കുടുംബത്തെ നോക്കും എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. നീ എന്ത് ജോലിയും ചെയ്ത് എൻ്റെ മക്കളെ പട്ടിണിയില്ലാതെ നോക്കുമെന്നുള്ള ധൈര്യം എനിക്കുണ്ട്. അങ്ങനെ ഒരു വിശ്വാസം നേടിയെടുക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് എൻ്റെ ഭയങ്കര വിജയം തന്നെയാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തവക്കൽ. ആരെന്ത് കാണിച്ചാലും ആരെന്ത് പറഞ്ഞാലും നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് അത് നമ്മളെ കയ്യിലാണ്. നമ്മളെ വയ്ക്കുന്നത് പോലെയാണ് അതിൻ്റെ രീതികളെന്ന് പറയുന്നത്. അപ്പം ഈ ഒരു വീഡിയോ ഞാൻ ഒരുപാട് തവണ എടുത്ത് ഡിലീറ്റ് ചെയ്ത് ഇത് ഞാൻ അയക്കും കേട്ടോ. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് മദ്രസ വിട്ട് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യും. ഓക്കെ.